പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരായ ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് തുറന്നു പറച്ചിലുമായി പരാതിക്കാരി ഡോക്ടർ ആശ ആച്ചി ജോസഫ്. കുഞ്ഞുമുഹമ്മദ് നടത്തിയ അതിക്രമം ബോധപൂർവമായിരുന്നെന്നും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും വാർത്ത വരും വരെ പോലീസ് എഫ്ഐആർ ഇട്ടില്ലെന്നും ആശ ആരോപിച്ചു. അതിക്രമം നേരിട്ടപ്പോൾ മിണ്ടാതിരിക്കണമെന്ന് പലരും ഉപദേശിച്ചെന്നും സഹതാപമല്ല സമൂഹത്തിന്റെ ഐക്യദാർഢ്യമാണ് വേണ്ടതെന്നും ആശ പറയുന്നു. തന്റെ ഐഡന്റിറ്റിയും ലൈംഗിക അതിക്രമം നടത്തിയ ആളുടെ വിവരങ്ങളും അടക്കം പറഞ്ഞാണ് ആശ ആച്ചി ജോസഫ് തനിക്കുണ്ടായ ദുരനുഭവം വിവരിക്കുന്നത്. ഇര, അതിജീവിത എന്നീ പദങ്ങൾ തനിക്ക് നേരെ പ്രയോഗിക്കുമ്പോൾ വ്യക്തിയെന്ന തന്റെ അടിസ്ഥാന അവകാശം പോലും മായ്ക്കുവാൻ സമൂഹം ശ്രമിക്കുന്നതായി അനുഭവപ്പെടുന്നു എന്നാണ് ആശ പറയുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിന്റെ അതൃപ്തി പ്രകടിപ്പിക്കുകയാണ് ആശ. നിശബ്ദയാകാൻ ഒരുക്കമല്ല എന്നുകൂടി അവർ മനോരമയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. നവംബർ 24-ന് പരാതി നൽകി. എന്നാൽ ഡിസംബർ 8-ന് ചാനലുകളിൽ വാർത്ത വരും വരെ പോലീസ് എഫ്ഐആർ ഇട്ടില്ല. തന്നോട് മിണ്ടാതിരിക്കണമെന്ന് പലരും ഉപദേശിച്ചു. സഹതാപമല്ല സമൂഹത്തിന്റെ ഐക്യദാർഢ്യമാണ് വേണ്ടതെന്നും അവർ പറയുന്നുണ്ട്. പലരും ഒത്തുതീർപ്പിനായി സമീപിച്ചു. എളുപ്പമായതുകൊണ്ടല്ല സംസാരിക്കുന്നത്. നിശബ്ദയാകാൻ തന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട രണ്ടാമത്തെ അതിക്രമമാണ് ഇതെന്നും ആശ പറഞ്ഞു വെക്കുന്നു. 2025-ലെ IFFKയിലേക്കുള്ള സിനിമകളുടെ തിരഞ്ഞെടുപ്പിനായുള്ള ജൂറി ചെയർമാനായിരുന്ന P.T. കുഞ്ഞുമുഹമ്മദ് ജൂറി അംഗമായ ആശ ആച്ചിയോട് ഹോട്ടൽ മുറിയിൽ വെച്ച് അപമര്യാദയായി പെരുമാറി എന്നാണ് കേസ്. പരാതിയിൽ പറയുന്ന ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് പോലീസ് പിന്നീട് കേസെടുത്തത്. അതേസമയം പരാതി കുഞ്ഞുമുഹമ്മദ് നിഷേധിച്ചിരുന്നു. അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും പരാതിക്കാരി തെറ്റിദ്ധരിച്ചതാണെന്നും അവരോട് മാപ്പ് പറയാൻ തയ്യാറാണ് എന്നുമായിരുന്നു P.T. കുഞ്ഞുമുഹമ്മദിന്റെ പ്രതികരണം. എന്തായാലും അതിൽ നടപടികളൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ആണ് ആശ ആച്ചി ഇത്രയും വലിയൊരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.